പീതാംബരം ഗരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം കൃതിഭാമയാമി. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ വത്സാസുരവധവും ബകാസുരവധവുമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ധർമ്മത്തിൻ്റെ ആവരണം അണിഞ്ഞ് അധർമ്മം പ്രവർത്തിക്കുന്നവരുടെ ചിത്രമാണ് വത്സാസുരൻ. ധർമ്മം അതേപോലെ തന്നെ ഇന്ദ്രിയ സുഖങ്ങളിൽ മാത്രം വ്യാപരിച്ച ജീവനാണ് കൊറ്റി. മത്സ്യം പിടിക്കുക, തിന്നുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം അവരൊക്കെ ദ്വൈതത്തിൽ നിന്ന് മരിക്കണം, രണ്ടായി കണ്ണ് മരിക്കും. ഒരിക്കലും അവർക്ക് എന്താവാൻ പറ്റില്ല, ഈശ്വരനുമായിട്ട് ഒന്നാവാൻ പറ്റില്ല. അതാണ് കൊക്ക് രണ്ടായി പിളർന്ന് മരിച്ചു എന്ന് പറയുന്നത്. ദ്വൈതം ആയിട്ട് തന്നെ അവർ മരിച്ചു പോകുന്നു. അകത്തേക്ക് ഈശ്വരനെ തന്നിട്ടും അതിനെ തള്ളിക്കളയുന്നു. അകത്തേക്ക് ഉരുട്ടി തരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് പണ്ടത്തേക്കാൾ ഒരുപാട് എളുപ്പമുണ്ട്. മാധ്യമങ്ങളുണ്ട്, ക്ഷേത്രങ്ങളിലൊക്കെ സപ്താഹമുണ്ട്. പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും ഒരു സപ്താഹം ഗുരുവായൂരോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും മനകളിലോ അപൂർവമായിട്ടുണ്ടായിരുന്ന സംഗതി ഇപ്പോൾ എല്ലാ ക്ഷേത്രത്തിലും ഉണ്ട്. കുറേക്ക അല്ലേ? അപ്പോൾ അത് കേൾക്കുന്നുണ്ടോ നമ്മൾ? ഭാഗവതം എല്ലാവർക്കും കിട്ടത്തക്ക വിധത്തിൽ അടിച്ച് കിട്ടുന്നുണ്ട്. മുമ്പ് കിട്ടിയിരുന്നു. മുമ്പ് ആരെങ്കിലും ഉപദേശിച്ച് തരണം എന്നല്ലാണ്ട് ഓലകളോ അല്ലെങ്കിൽ ദേവനാഗരി ലിപിയേ ഉള്ളൂ. ഇങ്ങനെ മലയാളത്തിൽ പുസ്തകങ്ങളൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലം. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരു ഭാഗവതം കിട്ടാൻ കൊതിച്ചിട്ടുണ്ടോ ഞാൻ? വേറെ ആളുടെ ബുക്ക് കടം വാങ്ങിയിട്ടാണ് വായന കേട്ടിരുന്നത്. കാരണം അന്ന് കോപ്പികളൊന്നും അത്രയൊന്നും കിട്ടാനില്ല. അപ്പോൾ ഈ കയ്യിൽ കിട്ടിയിട്ടും അതിനെ തള്ളി ഉള്ളിലേക്കാക്കിയ ഭഗവാനെ പുറത്തേക്ക് തുപ്പിക്കളഞ്ഞു. അപ്പോഴാണ് കൊക്ക് പിടിച്ച് വധിച്ചത്. ഈ ഉള്ളിൽ കിട്ടിയിട്ടുള്ള അവസരത്തെ ഉപയോഗിക്കാത്തവരുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയായിരിക്കും എന്നും കൂടി കാണിച്ചു. ഈ അടുത്തതായിട്ട് ഭഗവാന്റെ വനഭോജനം എന്ന ഭാഗമാണ്. ക്വചിത് ബനാശായ മനോദദത് പ്രജാൽ പ്രാതസ്വമുത്തായ വയസ്യ വത്സവാൻ പ്രബോധയൻ ശിങ്കരവേണ ചാരുണ വിനിർഗതോ വത്സപുരസ്സരോ ഹരി. ഹരി എന്ന് പറഞ്ഞാൽ കൃഷ്ണനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. സാക്ഷാൽ ഹരി തന്നെയാണല്ലോ കൃഷ്ണൻ എന്ന് പറയണത്. പക്ഷേ ഹരി എന്നുള്ള വാക്കിനൊരു ഗൗരവമുണ്ട്. അത് അവിടെ ഉണ്ടോ? ഇത് കേവലം ഓടക്കോയിൽ വിളിച്ച് നടക്കുന്ന കുട്ടിയല്ല കേട്ടോ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹരിയാണ്. ഓടക്കോയിൽ വിളിച്ചു, കുട്ടികളുടെ കൂടെ കളിച്ചു, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ ആരാണ് ഹരി? വത്സപുരസ്സരോ ഹരി. അപ്പം ദിവസേന പശുവിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് പോവും. ഉച്ച വരെ കളിച്ചിട്ട് ഭക്ഷണം കഴിക്കാറാകുമ്പോഴേക്ക് വീട്ടിലെത്തണം. അവനെന്തോ അവരുടെ ആജ്ഞയാണ്. വൈകിച്ചാൽ ചീത്ത പറയും, ഭക്ഷണ സമയത്ത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ്. ഇത് ഇവർക്കൊരു ചെറിയ വിഷമം. കളി ഇങ്ങനെ രസം പിടിച്ച് വരുമ്പോഴേക്ക് ഉച്ചയായി. കുറച്ചും കൂടി കളിച്ചളയെന്ന് വെച്ചാൽ നേരം വൈകിയ അച്ഛൻ ചീത്തയും പറയും. എന്തോ അവർ മൊത്തത്തിൽ എല്ലാവരും ചീത്ത പറയും. കൃഷ്ണ അധികം ചീത്തയൊക്കെ, കൃഷ്ണ അവരെയൊക്കെ വഴിതെറ്റിക്കണമെന്ന് പറയും. അപ്പോൾ നമുക്ക് നാളെ മുതൽക്ക് കുട്ടികളെ ഒരു കാര്യം ചെയ്താലോ, ഭക്ഷണം കാട്ടിലേക്ക് കൊണ്ടുവരിക. ഈ ഊണയിക്കാൻ വൈകി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഉച്ചയ്ക്കും കുറേ കളിക്കാമല്ലോ. അവിടെ ഈ മരങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ വെയിലൊന്നും ഉണ്ടാവില്ല. നല്ല തണുത്ത കാളിന്തി നദി ഒഴുകുന്നുണ്ട്, പച്ച പുൽത്തകിടിയുണ്ട്. വേണമെങ്കിൽ കുറച്ച് നേരം അതിൽ വിശ്രമിച്ച് പിന്നെയും കളി തുടരാം. വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിലേക്ക് മടങ്ങിയാൽ മതി. നല്ല ആശയം, എല്ലാവർക്കും ഇഷ്ടമായി. ഇവിടെ വന്നു എല്ലാവരും പറഞ്ഞു കൃഷ്ണൻ ചോറ് കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ നാളെ മുതൽക്ക് പറഞ്ഞിരിക്കണം. ഞങ്ങൾക്കൊക്കെ ചോറ് വേണം. ഓരോരുത്തരും പറയാൻ തുടങ്ങി. ആയിക്കോട്ടെ, എന്നാൽ പിന്നെ അങ്ങനെയൊക്കെയാലോ, അതിനെന്താ വിഷമം? എല്ലാവരും ചോറൊക്കെ പൊതിഞ്ഞു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തു. അപ്പോൾ ഭഗവാൻ പശുക്കളെ വിളിക്കാൻ ഒരു കൊമ്പുണ്ട്. കൊമ്പ് പറഞ്ഞാൽ വിളിക്കണ ഒരു സാധനം അല്ലേ? കൊമ്പ്, കുഴൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ സുഷിരവാദ്യങ്ങൾക്ക് പൊതുവേ പറയണ പേരാതെ. ചെറുതായിട്ടൊരു സാധനം കൊണ്ട് വിളിച്ച് പേര് ശബ്ദം ഉണ്ടാക്കിയാൽ പശുക്കളൊക്കെ വരും. അത് ഓരോരോ തരത്തിൽ ശബ്ദം ഉണ്ടാക്കിയാൽ എന്നെ പശുക്കളാണെന്ന് അവർക്ക് അറിയാത്രേ. എല്ലാത്തിൽ മാഗച്ച ഗംഗേ യമുനേ എന്നൊക്കെ പറഞ്ഞ് ഗംഗ, യമുന എന്നൊക്കെ പേര് പശുക്കൾക്ക് ഇടുന്നതാണ്. നല്ല പേര് എത്ര പശുക്കൾ. നമ്മൾ ദേഷ്യം എന്നാൽ ചൂട്ടി, പാണ്ടി എന്നൊക്കെ പറഞ്ഞ്
എല്ലാ ദേഷ്യവും കാണിക്കുക പശുക്കളോടാവും ചിലപ്പോൾ അല്ലേ. നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടേ അതൊന്നും ഭഗവാന് ഇഷ്ടമല്ല. പശുക്കളെ ദേഷ്യപ്പെട്ടിട്ടോ പശുക്കളെ ഉപദ്രവിച്ചിട്ടോ ഒരു കാര്യവും ഭഗവാൻ സമ്മതിക്കില്ല. അത്രയേറെ തനിക്ക് പ്രിയമാണ് ഈ പശുക്കളെ. കാരണം പശുക്കളെയുള്ള സ്നേഹം കൂടി നമുക്ക് ഭാരതീയരുടെ ഒരു പ്രധാന സംഭവമാണ് എന്ന് സംഗതിയാണ് നമ്മളെ കാണിച്ചു തരികയാണ്. ഇത്രയും പശുക്കളെ നടത്തി കൊണ്ട് മേച്ചു എന്ന് പറഞ്ഞത്. അത് വെറുതെ അങ്ങനെയല്ല. പശുക്കൾ നമ്മുടെ മാതാവാണ്, ഗോമാതാവ് എന്നാണ് പറയുക. അതിൻ്റെ എല്ലാ സംഗതികളും നമുക്ക് ഉപകാരപ്രദമാണ്. ഒരു പശുവിൻ്റെ ഒരു ജീവിയുടെ വിസർജ്യം ശുദ്ധമാക്കണ സംഗതി ഉണ്ടായിട്ട് നമ്മൾ കേട്ടിട്ടില്ലാവോ? മനുഷ്യൻ്റെ ആവട്ടെ മറ്റ് ജീവികളുടെ ആയിട്ട് വിസർജ്യം. പക്ഷേ പശുവിൻ്റെ ചാണകം അടക്കം എന്താണ്? ശുദ്ധമാണ്. പൂജയ്ക്ക് ചാണകം മെഴുകണം. എന്നിട്ടാണ് ഒരു പൂജാതി അങ്ങനെ കർമ്മമുണ്ട്, പശു ചാണകം മെഴുകിയിട്ട്. അപ്പോൾ ചാണകം കൊണ്ട് മെഴുകിയിട്ടാണ് നമ്മൾ ശാരദത്തിൻ്റെ ബലി മുറ്റത്ത് കൊണ്ടിടുക. അപ്പോൾ അത് അശുദ്ധമാണോ എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ വിസർജ്യം അടക്കം ആ പശുവിൻ്റെ ഗോമൂത്രത്തിൻ്റെ ബലം പറയുകയാണെങ്കിൽ എത്രയാണെന്ന് പറയാൻ പറ്റില്ല. പല രോഗങ്ങൾക്കും അത് ഔഷധമാണ്. പഞ്ചഗവ്യത്തിൽ ഗോമൂത്രമുണ്ട്. ഗോമൂത്രം ദിവസേന 1 ഗ്ലാസ് കുടിക്കാൻ വയ്ക്കെങ്കിൽ പല രോഗങ്ങൾക്കും പ്രതിരോധമാണെന്നാണ് പറയുക. സാധിക്കില്ല നമുക്ക്. ആ പശുവിനെ എല്ലാ തരത്തിലും ബഹുമാനിച്ചു കൊണ്ടും ആ ഒരു പ്രാധാന്യം കൂടി ഭഗവാന്റെ ഈ ബാലലീലകളിൽ കൂടിയിട്ട് നമുക്ക് കാണിക്കണം. അപ്പോൾ ആ കൊമ്പുകളൊക്കെ വിളിച്ച് ഓടക്കോഴിലൊക്കെ വിളിച്ച് ഓരോരോ പശുക്കളെ പേര് പറഞ്ഞ് വിളിക്കാൻ പറ്റില്ല. ഈ ശബ്ദം കേട്ടാൽ അതിനറിയാമെന്നാണ് അതിൻ്റെ അടുത്ത് വന്ന് ഭഗവാന്റെ കാലിൽ മുട്ടി ഉരുമിയിട്ടും ആനന്ദം അനുഭവിച്ചു. പുല്ല് തിന്നണേക്കാളും അവർക്ക് സുഖം കൃഷ്ണൻ്റെ അടുത്ത് നിൽക്കുക, കൃഷ്ണൻ്റെ കാല് നിൽക്കുക, കൃഷ്ണൻ്റെ ചുറ്റും ഒരുമി നിൽക്കുക. അങ്ങനെ മനോഹരമായിട്ട് ആ ഗോപന്മാർ ഭഗവാനും കൂടി പശുക്കളെ മേച്ചുകൊണ്ടും പശുക്കളെ സ്നേഹിച്ചുകൊണ്ടും പലവിധ തരത്തിൽ ആ പശുക്കളെ കൊണ്ടാടിക്കൊണ്ടാണ് ഭഗവാന്റെ വൃന്ദാവനത്തിലുള്ളതായ ബാലലീല എന്ന് പറയുകയാണ്. വൃന്ദാവനത്തിലെത്തി എല്ലാവരും ചിലർ കൃഷ്ണനെ മടിയിലിരുത്തി, ചിലർ ഞാൻ കൃഷ്ണൻ്റെ മടിയിലൊന്ന് ഇരിക്കട്ടെ, ഒക്കെ സുഖമാണ്. കൃഷ്ണൻ്റെ മടിയിലിരിക്കുമ്പോൾ സുഖം, കൃഷ്ണനെ മടിയിലിരുത്തുമ്പോൾ സുഖം. ഒക്കെ ഒരു സാധാരണ കുട്ടിയെ ഇരുത്തണ പോലെ എല്ലാവർക്കും തോന്നണത്. അതിനിപ്പോൾ ആരെങ്കിലും അതിന് മെനക്കിടും, അതിങ്ങനെ വേണം എന്ന് വീണ്ടും വീണ്ടും തോന്നുക. സച്ചിദാനന്ദ ബ്രഹ്മത്വമായിട്ട് യോജിക്കുമ്പോൾ ഏത് ജീവനാണ് സുഖമില്ലാണ്ടിരിക്കുക? അപ്പോൾ അവിടെ പറയുകയാണ്, ഇത്തം സദാം ബ്രഹ്മസുഖാനുഭൂത്യ ദാസ്യംഗദാനാം പരദേവതേന മായാശ്രിതാനാം നരതാരകേണ സാഗം വിചക്രു കൃതപുണ്യപുഞ്ച. പരീക്ഷത്തെ പുണ്യവാന്മാരാണ് ആ ഗോപന്മാർ, പറയാനുണ്ടോ? ഈ കൃഷ്ണൻ്റെ കൂടെ മായ കൊണ്ട് മനോഹര സ്വരൂപത്തെ എടുത്ത ഭഗവാന്റെ കൂടെ ഇങ്ങനെ രമിക്കാനും കളിക്കാനും ഉല്ലസിക്കാനും സാധിച്ചിട്ടില്ലേ അവർക്ക്? അപ്പം അവരെ ബ്രഹ്മസുഖാനുഭൂതിയ, സാധാരണ സുഖത്തിലല്ല ഭഗവാൻ ആഴ്ത്തിയത്. പിന്നെയോ ബ്രഹ്മസുഖം, ബ്രഹ്മാനന്ദ സുഖം എന്ന് പറഞ്ഞാൽ സാധാരണ സുഖത്തിൽ നിന്നും വളരെ വ്യത്യസ്തപ്പെട്ടതും ആർക്കും അത്ര വേഗം കിട്ടാത്തതുമാണ്. അപ്പം ബ്രഹ്മസുഖാനുഭൂതിയ ആ ഗോപന്മാരുടെ ദാസനായിട്ട് അവരെ ഭഗവാൻ അങ്ങനെ കൊണ്ട് നടത്തി. പറയുകയാണ്, യത്പാദപാം സുർബകുജന്മ കൃച്ഛതോ ധൃതാത്മ്യഭിർയോഗിഭിരപ്യലഭ്യ സ ഏവ വിഷയസ്വയം സ്ഥിത കിം വർണ്യതേ ദിഷ്ടമതോ വ്രജൗകസാം. ഏതൊരു ഭഗവാന്റെ പാദപാംസുക്കൾ, പൊടികൾ ആണോ അനവധി ജന്മങ്ങളെ കൊണ്ട് ധൃതാത്മഭിർ യോഗികൾ ശിരസിൽ പ്രസാദമായിട്ട് അണിയാൻ കൊതിക്കണത്. കൊതിക്കലേ ഉള്ളൂ, പലർക്കും സാധ്യാവലനില്ല എന്നാണ് അവിടെ അങ്ങനെ പറഞ്ഞത്. ധൃതാത്മഭിർ യോഗിഭിർ അപ്യലഭ്യ, കിട്ടിയില്ല എന്ന് പറയണത്, കിട്ടിയെന്നല്ല. എന്നിട്ടും കിട്ടാത്തതായിട്ടുള്ള ആ മാഹാത്മ്യമുള്ളതായിട്ടുള്ള ഭഗവാൻ സേവയ ദിഗ്വിഷയ സ്വയം സ്ഥിത, കണ്ണിൻ്റെ മുമ്പിൽ കളിക്കാനായിട്ട് ഇങ്ങനെ കിട്ടുകയാണ് ഇവർക്ക്. എന്തിനു വേണമെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാൽ കിം വർണ്യതേ ദിഷ്ടമതോ വ്രജൗകസാം. ഗോപവാസികളുടെയും ഗോപന്മാരുടെയും ഭാഗ്യം ഏത് വാക്കുകൊണ്ട് വർണ്ണിച്ചാലാ ശരിയാവുക എന്ന് ചോദിക്കുക മഹർഷി. ഉൽപ്പസൂയും കൂടി ഉണ്ടോ എന്ന് തോന്നുന്നു ആ വർണ്ണനയിലേ. ഇത്ര വലിയൊരു ഭാഗ്യം ഈ ഗോപന്മാർക്കല്ലാതെ വേറെ ഏത് ഗോപികൾക്കും അല്ലാതെ വേറെ ആർക്കാ ഈ ലോകത്തിൽ കിട്ടിയിരിക്കണത്? അങ്ങനെ വൃന്ദാവനത്തിൽ മനോഹരമായിട്ടുള്ള ബാലലീലകൾ, ചോറ് കൊണ്ടുവരണം, സമയത്ത് ഊണ് കഴിക്കണം എന്നൊക്കെ വിചാരിച്ച് കരുതി അങ്ങനെ അവർ ലീലകൾ ആചരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതാഖനാമഭ്യപതന്മകാതുരത്തേഷാം സുഖക്രീഡന വീക്ഷണാക്ഷമ. ഏത് നല്ല കാര്യം കണ്ടാലും
അതിനെ ഒന്ന് തകരാറാക്കണം എന്ന് വിചാരിക്കണ ചില അസുരന്മാർ ലോകത്തിലുണ്ട് എപ്പോഴും. ആൾക്കാരും ഉണ്ടല്ലേ, നല്ലൊരു കാര്യം നേരെ നടക്കണ കണ്ടാൽ അവർക്ക് അസ്വസ്ഥത, നേരെ നടക്കാണ്ടിരുന്നാലല്ല അസ്വസ്ഥത. ഇപ്പം അങ്ങനെ ആയേ പറ്റില്ല, എന്താ ഒന്ന് കലക്കാൻ വഴി. അങ്ങനത്തെ ഒരാളാണ് അത്രയും അഘാസുരൻ. അഘ നാമ അഭ്യപതൻ, അഖം എന്ന് പേരുള്ളതായിരിക്കുന്നവൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അഭ്യപതൻ ആരാണ്? മഹാസുര, അസുരനായിരിക്കുന്ന കംസൻ്റെ പക്ഷപാതി എന്നാണ്. സ്തേഷാം സുഖക്രീഡന വീക്ഷണ അക്ഷമ, സുഖമായിട്ട് ഇങ്ങനെ കളിക്കുകയാണ്, ബ്രഹ്മാനന്ദത്തിൽ മുഴുകുക എന്ന് പറഞ്ഞാൽ ഇനി അതിൽ സുഖമുണ്ടോ? അത് കണ്ടിട്ട് സഹിച്ചില്ല. അത്ര കേമായിട്ടിപ്പോൾ ഇവരങ്ങനെ കളിക്കണ്ട കൃഷ്ണൻ്റെ കൂടെ. നമ്മുടെ രാജാവിൻ്റെ ശത്രുവല്ലേ, ഏകദേശം ചിലർക്കൊക്കെ അങ്ങനൊരു അറിവുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നിത്യം യദന്തർ ജിജിവീസിതേപ്സുബി പ്രീതാമൃതേരപ്തമരേ പ്രതീക്ഷ്യതേ. നിത്യം ഏതൊരു ആധാരം യോഗികളുടെ ഹൃദയത്തിൽ പ്രചോദിപ്പിക്കേണ്ടതായിട്ടുള്ള ആ ഭഗവാൻ ഇങ്ങനെ കൂടെ കളിക്കുന്നത് കണ്ടു. വേഗം ഒരു പാമ്പായിട്ട്, വലിയൊരു പെരുമ്പാമ്പായിട്ട് ഒരു ഭാഗത്ത് കിടന്നു. വെച്ചാൽ പെരുമ്പാമ്പ് ആവണമെന്നില്ല എന്നാണ്, പെരുമ്പാമ്പാണ് എന്ന് കാണുന്നവർക്ക് തോന്നിക്കാനുള്ള ഒരു മായ ഈ അസുരന്മാർക്കുണ്ട് എന്നാണ്. അതായത് പണ്ടൊക്കെ നമ്മൾ ഈ ഒടിയന്മാർ കാല് മേപ്പട്ടാക്കി കൈ ഇങ്ങനെ കൊടുത്താൽ അതൊരു പണ്ട് ഈ കഴലെ കടമ്പായ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടായിരുന്നു. ഇപ്പം ഒന്നും കുട്ടികൾക്ക് പറഞ്ഞാൽ അറിയില്ല. കഴലെ കടമ്പായ, രണ്ട് വീട്ടിൽ നാട്ടി അതിനിടയിൽ വിലങ്ങനെ അങ്ങനെ അളകളിടുന്ന കടമ്പായ, ഗേറ്റിന് പകരം ഇല്ലേ, അതാണെന്ന് തോന്നുത്രേ ഈ വരണവർക്ക്. അപ്പം അടുത്തെത്തിയ കാലം കൊണ്ട് തട്ടി പേടിപ്പിച്ച് ഇവരെ കൊല്ലുക. ഒടിയന്മാരുടെ ഒരു അങ്ങനെ സംഗതി ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കണം. നമ്മളൊന്നും ഇപ്പോൾ അത് കണ്ടിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മൃഗമായിട്ട് അവരെ കാണണമെന്ന് അവർ വിചാരിച്ചാൽ ഈ നോക്കണവർക്ക് അതൊരു കാളയാണെന്നോ ഏതെങ്കിലും ഒരു മൃഗമാണെന്നോ തോന്നുകയാണ് സത്യത്തിൽ എന്നാണ്. ആ മൃഗം ആവണില്ല അവരെന്നാണ്, മായ കൊണ്ട് തോന്നിക്കുക, അടുത്ത് ചെന്നാൽ കൊല്ലുക. ഇങ്ങനെ ഉള്ള രീതിയിലുള്ളൊരു മായ ഇവനും പ്രയോഗിച്ചു. പാമ്പാണ് എന്ന് തോന്നട്ടെ, ആയി കിടന്നു എന്നല്ല, അങ്ങനെ എല്ലാവർക്കും തോന്നി അതൊരു പെരുമ്പാമ്പാണ്. പക്ഷെ പെട്ടെന്ന് നോക്കിയപ്പോൾ പെരുമ്പാമ്പാണ് എന്നും കൂടിയല്ല ഇവർക്ക് തോന്നിയത്. പെരുമ്പാമ്പായിട്ട് കിടന്നിട്ട് പെരുമ്പാമ്പാണ് എന്ന് ചിലർക്ക് തോന്നിയെങ്കിലും ചിലർക്ക് തോന്നിയത് അതൊരു പർവ്വതമാണ് എന്നാണ്. പാമ്പിൻ്റെ ആകൃതി ശരിക്കും മനസ്സിലാവാൻ പാടില്ലല്ലോ. ഒന്നും കൂടി മായ പ്രയോഗിച്ചു. പാമ്പേ അല്ല, പാമ്പാണെന്ന് തോന്നിക്കുക, പാമ്പിൻ്റെ അപ്പുറത്തേക്ക് അതൊരു പർവ്വതമാണ് എന്ന് തോന്നിക്കുക. അപ്പോൾ മൊത്തത്തിൽ വായ പിളർന്ന് അത് കിടക്കുമ്പോൾ ആ വായയെ ഇവരൊരു ഗുഹയായിട്ടും കണ്ടു, പർവ്വതത്തിലത്തെ ഗുഹയായിട്ട് തോന്നിച്ചു മായ പ്രയോഗിച്ചിട്ട്. നാവാവട്ടെ അതിലേക്കുള്ള വഴിയായിട്ടും ഇവർക്ക് തോന്നി. അപ്പോൾ ഇവരൊക്കെ തോന്നി, കൃഷ്ണ എന്താ ഒരു ഗുഹ അവിടെ കാണുന്നുണ്ടല്ലോ, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാമെന്ന് ചോദിച്ചു ചില കുട്ടികൾ. ഭഗവാൻ വിചാരിച്ചു എന്നാൽ കയറിക്കോളി, ഞാനും വരാൻ കൂടെ. നീ രക്ഷിക്കാൻ താൻ വേണമെന്ന് ഭഗവാൻ അപ്പം തന്നെ അറിയാം. ധാരാണ് കള്ളൻ, ഏത് കള്ളത്തരത്തിൽ ആരാ കിടക്കണമെന്ന് ഭഗവാൻ അറിയാനുണ്ടോ വല്ല വിഷമോ. വേഗം ആ നാവ് വഴിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവരത് കൂടെ ഇങ്ങനെ കയറി നോക്കുമ്പോൾ വല്ലാത്ത ദുർഗന്ധം. കൃഷ്ണ അവിടെ വല്ലാത്ത ദുർഗന്ധം ഉണ്ടല്ലോ. അവിടെ എന്തെങ്കിലുമൊക്കെ ചത്ത് കിടക്കുന്നുണ്ടാവും, കാടല്ലേ, ഗുഹേൻ്റെ ഉള്ളിൽ വല്ല ജീവികളും ചത്ത് കിടക്കുന്നുണ്ടാവും. പാമ്പിൻ്റെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധമാണ്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾ അപ്പം തന്നെ പേടിച്ച് ഓടില്ലേ. അപ്പോൾ തനിക്ക് ഇവനെ കൊല്ലൽ കഴിക്കണപ്പോൾ അതിന് വേണ്ടി അത് പറഞ്ഞില്ല, സത്യാവസ്ഥയെ പറയാതെ എന്തെങ്കിലും അവിടെ കിടക്കുന്നുണ്ടാവും, അതാണ് ദുർഗന്ധം വരുന്നത് എന്ന് പറഞ്ഞു. എല്ലാവരും ഭഗവാനും വായയിലേക്കാണ്ട് പ്രവേശിച്ചോ. വേഗം വായയുണ്ട് അടച്ചു പാമ്പ്. ഇനി ഇവരാരും ലോകം കാണലുണ്ടാവില്ല, പുറം ലോകം കാണലുണ്ടാവില്ല എന്ന് കരുതി അല്പബുദ്ധിയായിട്ടുള്ള ആ അസുരൻ ഭഗവാനെ ഉണ്ടോ അതുകൊണ്ടൊക്കെ കിട്ടണു എന്ത് ചെയ്തു, തൻ്റെ ശരീരമാണ്ട് വലുതാക്കി കുറച്ചങ്ങനെ ചൂട് പിടിപ്പിച്ചു. ചൂട് കൂട്ടാനും വലിപ്പം കൂട്ടാനും ഇല്ലേ, അണിമയും മഹിമയും എല്ലാ സിദ്ധിയും ഉള്ള ആളല്ലേ ഭഗവാൻ. നമുക്കല്ലേ ഇതൊക്കെ അത്ഭുതമുള്ളൂ. ഭഗവാൻ ഇത് വല്ല വിഷമമുണ്ടോ? യാതൊരു പ്രയാസമില്ല. വല്ലാത്ത രീതിയിൽ പാമ്പിന് അസ്വസ്ഥത, പെട്ടച്ചിൽ, കഴുത്ത് ഇങ്ങോട്ട് പിളർന്ന് കുട്ടികളും പുറത്ത് ചാടി ഭഗവാനും പുറത്ത് ചാടി എന്നാണ്. അതോടുകൂട്ട് അഘാസുരൻ്റെ കഥയും കഴിഞ്ഞു. പക്ഷെ അവൻ്റെ ആ കഴുത്തിൽ നിന്ന് പോന്തിയതായിട്ടുള്ള ജീവൻ ഈശ്വരനിലേക്ക് ലയിച്ചു. ഭഗവാനെ ഉള്ളിലാക്കിയിട്ടാണ് മരിച്ചത്. കൊല്ലണം എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും ഭഗവാനെ ഉള്ളിലാക്കിയല്ലോ.
ഏതൊരു രീതിയിലായാലും കണ്ടംബിത്ത വിനരിയായോ തസ്മാൻ മാങ്കുളിക ഉഭൗ. ഏതൊരു ജീവനാണ് ഈ കഴുത്ത് പിളർന്നിട്ട് ജീവൻ പോകുന്നത്, ആ ശിഷ്യനും ഗുരുവിനും മംഗളം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടൊരു ഗുരുവന്ദന ശ്ലോകത്തിൽ പറയും. കണ്ടംബിത്ത വിനിരിയായോ, കഴുത്ത് പിളർന്നിട്ട് ഏതൊരു ജീവനാണ് പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് മുക്തിപരമായിട്ടുള്ള ഉഭൗ, രണ്ടാൾക്കും ശിഷ്യനും അവിടേക്ക് എത്തും ഗുരു അവിടേക്ക് എത്തും എന്നുള്ള രീതിയിലാണ്. അങ്ങനത്തെവർക്ക് മംഗളം ഉണ്ടാവട്ടെ. അപ്പോൾ അവിടെ കഴുത്ത് പിളർന്നിട്ട് മരിച്ചു. മാത്രമല്ല ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ഏത് കൂടെ ജീവൻ പോയാലും മുക്തിയാണ്. കണ്ണ് തുറന്നിട്ടും ജീവൻ പോവുക, മൂക്ക് കൂടെ ജീവൻ പോവുക. താഴത്തേക്കാവുമ്പോഴോ വിസർജനാവയവങ്ങൾ കൂടിയിട്ടാണ് ജീവൻ പോയതെങ്കിൽ നരകത്തിലേക്കാണെന്നാണ്. അപ്പോൾ മലമൂത്ര വിസർജനം നടന്നിട്ടുണ്ടാവും മരിക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ കുറച്ച് മോശമാണെന്നാണ് പറയുക. അത് കൂടെയാണ് ജീവൻ പോയത് എന്നാണ് പറയുന്നത്. അടുത്തുള്ളവർ പറയുക കണ്ണ് തുറക്കുക, ഊർധാവയവങ്ങൾ. യോഗികൾ എപ്പോഴും മൂർധാവ് പിളർന്നിട്ടാണ് മോക്ഷം പ്രാപിക്കുക, ശരീരം വെടിയുക. അത് സർവ്വഥാ മുക്തികരമാണ്. അവിടെ ഈ അകാസുരന് മോക്ഷം കിട്ടി. അപ്പം എന്തായാലും അവനെയും അവൻ്റെ കഥയും ഭഗവാൻ കഴിച്ചു. ഇനി എല്ലാവരും പറഞ്ഞു സദാമയം സാരഭൃതാം നിസർഗോ യഥാർത്ഥവാണി ശ്രുതിചേതസാമപി. പരീക്ഷത്ത് ചോദിക്കുകയാണ്, ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പിന്നെയും കേൾക്കണം എന്ന് തോന്നുകയാണ്. ഒരിക്കലും മതി എന്നല്ല ശിവമേഷേ തോന്നുന്നത്. എന്താ കാരണം? വാണി കൊണ്ട് കേൾക്കുക, ബുദ്ധി കൊണ്ട് ചിന്തിക്കുക, മനസ്സുകൊണ്ടും ചിന്തിക്കുക. ഇതുകൊണ്ട് ഓരോ നിമിഷവും പുതിയതാവുന്നതാണ് ഭഗവാന്റെ കഥകൾ. പ്രതിക്ഷണം, ഓരോ ക്ഷണവും പ്രതിക്ഷണം നവ്യവദച്യുതസ്യ. അച്യുതൻ്റേതായിട്ടുള്ള ആ കഥകൾ ഓരോ നിമിഷവും പുതിയതായിട്ടുള്ള പുതുമ ആർജിക്കുന്നു. ത്യാംബിടാനാം ഇവ സാധുവാർത്താം. സാധാരണ പ്രാകൃതന്മാർക്ക് സ്ത്രീ വിഷയം കിട്ടിയാലാണ് ഏറ്റവും സുഖം ഉണ്ടാവുക. സാധാരണക്കാരുടെ കാര്യമാണത് അല്ലേ. പല ദിക്കിലും മോഹൻലാലിൻ്റെ ചിത്രവും നടികളുടെ ചിത്രവും മൊബൈലിൽ അവരുടെ വാൾപേപ്പറൊക്കെ വെച്ച് നടക്കുന്നവർക്കൊക്കെ അതിൻ്റെ വിഷയങ്ങൾ കാണാനും കേൾക്കാനും എപ്രകാരം ആസക്തി ഉണ്ടോ അതേപോലെ ഭക്തന്മാർക്ക് നേരെ തിരിച്ച് ഭഗവത് കഥ കേൾക്കണതിൽ താല്പര്യം ഉണ്ടാവും. ഒരൊറ്റ നിമിഷവും അതിന് കിട്ടുന്നത് അവർ വഴക്കില്ല. രണ്ടറ്റം പറഞ്ഞിരിക്കുകയാണ് ഇവിടെ, രണ്ട് ജീവിതത്തിലത്തെ അറ്റം. നാളെ നമ്മളൊരിക്കലും സന്ദർഭവശാൽ പറയുണ്ടായി, ഈ മാനസസരത്തിൽ നിന്ന് അംശങ്ങൾ കീഴ്പ്പെട്ടിറങ്ങിയപ്പോൾ കാക്കകളെ കണ്ടു. അവർ തമ്മിലൊരു സംഭാഷണം ഉണ്ടായി. അപ്പം മാനസസരത്തിലത്തെ വിശേഷങ്ങളെക്കുറിച്ച് കാക്കകൾ അന്വേഷിച്ചു. എന്തൊക്കെയാണ് അവിടെ? അവിടെ ഓങ്കാരം, തെളിഞ്ഞ ജലം, സിദ്ധന്മാർ, പല ആൾക്കാരും ഉണ്ട്. അവിടുത്തെ കഥയൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ കുറേ അധികം ഉണ്ട് പറയാൻ. പരമമായിട്ടുള്ള ശാന്തി. ആ സ്ഥലത്ത് എല്ലാവർക്കും എത്തിച്ചേരാൻ പോലും പറ്റില്ല കാക്കകളെ എന്നൊക്കെ പറഞ്ഞു ഹംസങ്ങൾ. ഇപ്പം കാക്കകൾ ചോദിച്ചാൽ അവിടെ ഈ ഞണ്ടോ ചെറിയ കൃമികളോ കിട്ടാണ്ടാവുമോ? അയ്യേ, അതൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ടാവുക. കാക്കകൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞതിൽ വല്ലതും ഉണ്ടോ? ഈ വക സംഗതികളോ മാനസസരസോ ഓങ്കാരോ ഋഷികളോ തപസ്സോ കൊണ്ട കാക്കകൾക്ക് ഒരു കാര്യമില്ല. അവർക്ക് മീനിനെയിട്ട് നണ്ട് കുടച്ചിൽ കുടയണം, കൃമികളെ കൊത്തി തിന്നണം. അതുണ്ടോ അവിടെ? ഇല്ല. പിന്നെന്ത് മാനസസരസ ചോദിച്ചു. കാക്കകൾക്ക് അതേ വേണ്ടൂ, ഇവർക്ക് ഇതേ വേണ്ടൂ. അപ്പോൾ രണ്ടറ്റം പരീക്ഷിത്ത് തൻ്റെ ചോദ്യത്തിൽ കൂടെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അകാസുരന് മോക്ഷം കൊടുത്തതിന് ശേഷം ഭഗവാൻ പറഞ്ഞു, അഹോതിരമ്യം പുളിനം വയസ്ത്യ സ്വകേളി സമ്പർ മധുലാച്ചുവാലുകം. നോക്കൂ ഗോപരെ, ഈ മണൽപ്രദേശം എന്തൊരു സുഖമാണ്. വെള്ളാധികം ഒരു പുറത്തു കൂടെ ഒഴുകുണ്ട്, കാറ്റടിക്കുന്നുണ്ട്. വേണച്ചാൽ നമുക്ക് ഈ മണലിലിരിക്കാം അല്ലെ. അഴുക്കൊന്നും അതിലൊന്നും തട്ടിക്കളയേ വേണ്ടൂ. പുടർസരോഗന്ധ കൃതാളി പത്രിക ത്വരിപ്രതിധ്വാനരദ്രുമാകുലം. നല്ല നല്ല വൃക്ഷങ്ങളുടെ കൂട്ടം, പച്ചപ്പുൽ തകിടിയൊക്കെ ഉള്ള ഈ വൃന്ദാവനം എത്ര നന്നായിട്ടാണ് ഈ കാളിന്തി തീരം ശോഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ എല്ലാവരും, അതൊക്കെയുണ്ട് കഴിച്ചാലോ ചോദിക്കുകയാണ്. സുമാറ് സമയമായപ്പോഴേ ചോറ് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് വലിയ ചെറിയ പാത്രമൊക്കെ വാങ്ങി, പുതിയ ചോറും പാത്രമൊക്കെ വാങ്ങി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകാൻ നമുക്കൊക്കെ ആദ്യത്തെയൊക്കെ നല്ല ഉത്സാഹം ഉണ്ടാവും. 1 മണിയായിട്ട് ബെല്ലടിക്കുന്നുണ്ടോ നോക്കും അല്ലേ. അതേപോലെ പിന്നെ അല്ലേ ഈ കൊണ്ടുപോയ ചോറ് അത്ര സുഖമൊന്നുമില്ല എന്നൊക്കെ വലുതായാലല്ലേ മനസ്സിലാവുള്ളൂ. കുട്ടിക്കകത്ത് പുതിയ ചോറും പാത്രമൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ അല്ലേ അമ്മയോട് ചോറൊക്കെ ആക്കി തരാനും അത് കൊണ്ടുപോകാനും സൂക്ഷിച്ച് വയ്ക്കാനും സമയമായി കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് ഭക്ഷിക്കാനും ഒരു പ്രത്യേക ഉത്സാഹമാണ് കുട്ടികളൊക്കെ. അതൊക്കെ ഇവിടെ ഉണ്ടായി എന്ന് പറയുകയാണ്. ഭുക്താ ശിക്യാനി ബുഭുജു സമം ഭഗവതാമുദാ
കൃഷ്ണസ്യ വിശ്വൽ പുരുരാജിമണ്ഡലേർ അഭ്യാനന ഉല്ലദശോ വ്രജാർഭഗ സഹോപവിഷ്ടാ വിപിനേ വിരേജുർ ശതാ യദംബോരുഹകർണികായ. ഒരു താമരപ്പൂ വിരിഞ്ഞ പോലെ കാണപ്പെട്ടു അവിടെ നിന്ന്. എന്താ കാരണം? കൃഷ്ണൻ നടുവിലിരുന്നു, എല്ലാവരും ചുറ്റും ഇരുന്നു. ഇത് നല്ല ചിത്രം നോക്കൂ. കാട്ടിലെ ആ യമുനാ നദീ തീരത്ത് എല്ലാവർക്കും കൃഷ്ണൻ്റെ അടുത്താവണം. ഞാനാണ് കൃഷ്ണൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് കൃഷ്ണൻ്റെ അടുത്ത് അതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കൃഷ്ണൻ്റെ അടുത്ത് വേറൊരാളെ ഇരിക്കാനോ മേക്കില്ല എന്നൊക്കെ പറഞ്ഞ് പരസ്പരം തർക്കായി. ഇപ്പം കൃഷ്ണൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ തർക്കിക്കേണ്ട, അതിനൊരു വഴിയുണ്ട്. എല്ലാവരും വൃത്താകാരത്തിലിരിക്കുക. അപ്പം എല്ലാവരിൽ നിന്നും ദൂരം തുല്യമാവും. വൃത്താകാരത്തിൻ്റെ പ്രത്യേകത ആണല്ലോ. ഭഗവാൻ അല്ലെങ്കിലും എല്ലാവരിൽ നിന്നും സമദൂരമാണല്ലേ. ചിലരിഷ്ടം ചിലരിഷ്ടമല്ലാത്തവരൊന്നുമില്ല. ആ അർത്ഥത്തിൽ കൊടുക്കുക എല്ലാവരും ഒരേപോലെയാണ് കാണുന്നത്. അവിടെ ക്ഷതാ യത് അംബോരുഹ കർണികായ. അംബോരുഹം താമര. താമരയുടെ കർണികയ്ക്ക് ചുറ്റുമുള്ള ഇതൾ ഒരേ രീതിയിലായിരിക്കും ഉണ്ടാവുക അല്ലേ. ആ കർണികയിൽ നിന്ന് ഇതളുകളിലേക്കുള്ള എല്ലാ ഇതളുകളിലേക്കും ഒരേ ദൂരമാവും. അതേപോലെ എല്ലാവരും ഒരേ അകലത്തിൽ വൃത്താകാരത്തിൽ ഇരുന്നു. അപ്പോൾ എല്ലാവർക്കും സമാധാനമായി. തർക്കമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആരും അടുത്തുമല്ല, ആരും ദൂരത്തുമല്ല. അങ്ങനെ ചില ആൾക്കാരൊക്കെ ചില വിക്രസുകളൊക്കെ കാണിക്കാൻ തുടങ്ങി. ഒരാൾ ഭക്ഷണം വേറൊരാളെടുത്തിട്ട് കഴിക്കുക. അയാൾ നോക്കുമ്പോൾ ഇതിലൊന്നുമില്ലല്ലോ, ഇതൊക്കെ എന്തേ അമ്മ വയ്ക്കാൻ മറന്നുവോ എന്നൊക്കെ ചോദിച്ചു. മറന്നുണ്ടാവും, അതുതന്നെയാണെന്ന് പറഞ്ഞു ഈ കഴിച്ച ആൾ. അല്ലെങ്കിൽ തനിക്കല്ലേ ചീത്ത വെക്കുക. ചില ആൾക്കാർ അവിടെ വെച്ചിട്ടുള്ള വിഭവങ്ങൾ എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടിരിക്കണു. മുളക് എടുത്തിട്ട് അങ്ങോട്ട് ഇടുക, കൊണ്ടാട്ടം എടുത്തിട്ട് ഇങ്ങോട്ട് ഇടുക, ഉപ്പേരി എടുത്തിട്ട് അങ്ങോട്ട് ഇടുക. ഞാൻ കടുമാങ്ങ വയ്ക്കാൻ പറഞ്ഞില്ലല്ലോ അമ്മോട്, ഇതെങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ കടുമാങ്ങ വന്നത്? വറുത്തുപ്പേരി വേണമെന്ന് പറഞ്ഞു, അതൊട്ട് കാണുന്നില്ല. എങ്ങനെയാണ് കാണുക? വറുത്തുപ്പേരി എടുത്ത് ആ പാത്രത്തിലേക്ക് ഇട്ടു, കടുമാങ്ങ എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടിരിക്കണം. മൂപ്പരക്ക് ഇഷ്ടപ്പെട്ടതാണ്. അങ്ങനെയുള്ള മാറ്റങ്ങൾ ചെയ്തു. ചിലർ പാത്രം കാലിയാക്കി വെച്ചു, ചിലർ പാത്രം ഒളിച്ചു വെച്ചു, ചിലർ അയ്യോ എൻ്റെ ചോറും പാത്രം കാണാനില്ലല്ലോ, നീ വെച്ചോടത്ത് നോക്കാം അവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടോ, ഇയാൾ മാറ്റി വെച്ചിരിക്കുക. അങ്ങോട്ട് തിരിഞ്ഞാൽ മെല്ലെ സ്ഥലത്ത് വയ്ക്കും. അതെങ്ങനെ ഇപ്പോൾ ഇവിടെ വന്ന് നീ നേരെ നോക്കിയിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള കളികൾ, തമാശകൾ, നേരം പോക്കുകൾ ഒക്കെ ഊണേക്കണ സമയത്തുണ്ടായി. വിപ്രൻ വേണം ജഡരപടയോ ശിംഗവേത്രേശ കക്ഷേ വാമേ പാണോ മതൃണകബളം തൽഫലാന്യങ്കുലീഷു തിഷ്ടന്മധ്യേ സ്വപരിസുകൃതോ ഹാസയൻ നർമ്മഭിശ്വൈ സ്വർഗേ ലോകേ മിഷതി ഭുജേ യജ്ഞബാലകേളി. സർവേശ്വര ഭഗവാന്റെ ആ കഥകൾ ഇങ്ങനെ എത്ര പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ നാവുകൊണ്ടെന്നറിയോ. എപ്പോൾ പറയുമ്പോഴും അതിൻ്റെ ആ രസമൊന്നും ആലോചിച്ച് നോക്കുക. സമയത്തിനെ അറിയുന്നുണ്ടോ, പരിസരം അറിയുന്നുണ്ടോ, വല്ലതും അറിയുന്നുണ്ടോ? നമ്മൾ എല്ലാം മറന്നിരിക്കാൻ ഭഗവാന്റെ കഥകൾക്കല്ലേ പറ്റുള്ളൂ. വേറെ എന്തിനാണ് അതിനുള്ളൊരു ശക്തി? ഇപ്പം അതാ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇതിപ്പോൾ എത്ര നമ്മൾ പറഞ്ഞു. ഇപ്പോഴും അതിൻ്റെ ആ പറയുമ്പോഴത്തെ ആ ഒരു സ്പിരിറ്റും പുതുമയും ഒറ്റ ലേശം ഒരു വാക്ക് പോലെ കുറയ്ക്കണം എന്നല്ല തോന്നണം. എന്തെങ്കിലും അധികം പറയാൻ പറ്റുമെന്നാ നോക്കണം. ആലോചിച്ച് നോക്കിയാൽ അതന്നെയാണ് ഈശ്വരകഥകളുടെ ഒരു പ്രാധാന്യം. പുണ്യം ചെയ്തവർക്കല്ലേ പരീക്ഷിത്തേ ഇതൊക്കെ പറയാനും കേൾക്കാനുമായിട്ട് പറ്റുള്ളൂ ഒരു ചോദിച്ചും കൊണ്ടാണ് മഞ്ഞപ്പട്ടൊക്കെ കൊടുത്ത് അല്ലേ ആ മുടിയും പോലെ പശുക്കളെ ഏട്ടാനുള്ള വടിയൊക്കെ കക്ഷത്ത് വെച്ച്, അതേപോലെ തന്നെ ഓടക്കുഴലൊക്കെ അരയിൽ തിരികി മനോഹരമായിട്ട് ചോറുരുള കൈ പിടിച്ച് ഭഗവാൻ വനഭോജനം നടത്തുന്ന ചിത്രത്തെ വിവരിച്ചിരിക്കുകയാണ്. മസൃണകബളം തൽഫലാന്യ അങ്കുലീഷു അല്ലേ. കൈപ്പയ്ക്ക കൊണ്ടാട്ടം മുതലായിട്ട് വിഭവങ്ങളൊക്കെ ചിലതൊക്കെ വിരലിൻ്റെ ഇടയിലിട്ടിട്ട് എത്ര മനോഹരമായിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. തിഷ്ടന്മത്തേ സ്വപരിസുഹൃദൈ, തൻ്റെ സുഹൃത്തുക്കളോട് ചില തമാശകളൊക്കെ പറഞ്ഞ് അല്ലേ നർമ്മഭിസ്വൈ മാശകളും പറഞ്ഞുകൊണ്ട് സ്വർഗേ ലോകേ മിഷതി ഭുജേ. ഇതിങ്ങനെ നോക്കി നിന്നു. നമ്മൾ കേട്ടിട്ട് അത്ഭുതപ്പെട്ടു എന്നുള്ളത് വേണ്ട നിൽക്കട്ടെ. സ്വർഗത്തിലുള്ളവരിത് കാണാൻ നിൽക്കുകയാണ്. ആ കാണുന്നത് തന്നെയല്ലേ നമ്മൾ പറയണത്. അപ്പോൾ അതിന് അവർക്കും കൂടി പുതുമണ്ട് എന്ന് പറഞ്ഞാൽ, നമുക്ക് പറയുമ്പോൾ പുതുമണ്ടായി എന്ന് പറഞ്ഞാൽ അത്ഭുതമുണ്ടോ പരീക്ഷിച്ച്. സ്വർഗേ ലോകേ മിഷതി, സ്വർഗത്തിലുള്ള ബ്രഹ്മാദിദേവന്മാരിത് കണ്ടു നിൽക്കുകയാണ്. കണ്ടു, ഈശ്വരൻ അല്ലേ ഇപ്പോൾ ആ നിൽക്കണത്. ഈ ലോകത്തെ മുഴുവൻ രക്ഷിച്ച് ഭരിക്കേണ്ട ഭഗവാൻ ഒരു പ്രാകൃത കുട്ടിയെപ്പോലെ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ആ ദേവന്മാർക്കും അതീവ കൗതുകം ജനിച്ചു. അവരത് നോക്കി നിന്നു. സ്വർഗേ ലോകേ മിഷതി ഭുജേ യജ്ഞബുക് ബാലകേളി. ആരാ ഈ ചോറ് കഴിക്കണത്? യജ്ഞത്തിൽ യജ്ഞം കഴിക്കേണ്ട ഈശ്വരനാണ്. യജ്ഞബുക്ക് എന്ന വാക്കവിടെ വെച്ചിരിക്കുന്ന സ്വദേശമാണ്. യജ്ഞത്തിൽ ആ യജ്ഞ നിവേദ്യവും ഹവിഷ്യം സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഭഗവാൻ
ചോറുരുള കടിച്ച് തമാശ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരത്ഭുതമാണത്. അതും എല്ലാവരുടെ ശ്രദ്ധയും മനസ്സും കവർന്നിട്ടാണ് ആ മാതിരി ഓരോ പ്രവൃത്തിയിൽ ഭഗവാൻ ഏർപ്പെട്ടത് എന്നാണ്. ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടും ഇല്ലേ, വിഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടും കുട്ടികൾ പരസ്പരം കളിപ്പിച്ചിട്ടും തമാശ പറഞ്ഞിട്ടും എല്ലാം കളിക്കണത് ബ്രഹ്മാവ് ആകാശത്ത് നിന്ന് കണ്ടു. സ്വർഗേ ലോകേ വിശതി, സ്വർഗത്തിലുള്ള ഇന്ദ്രനും കൂട്ടരാണ്. ഇവിടെ ബ്രഹ്മാവും വന്നിരുന്നു. ഒന്നും കൂടി മീതേ ബ്രഹ്മാവ് വിശിഷ്ടമായിട്ടുള്ള ആളും കൂടി അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിനൊരു തോന്നൽ, അതാണ് വേണ്ടാത്ത തോന്നൽ എപ്പോഴാണ് പുറത്തേക്ക് ചാടുക നിശ്ചല്യ. നമുക്കൊക്കെ ഉണ്ടേ, ശരീരമെടുത്തവർക്കൊക്കെ ഉണ്ടേ വേണ്ടാത്ത കാര്യങ്ങളും ഉണ്ട് നമുക്ക്. ഈ കൃഷ്ണൻ ശരിക്കും ഈശ്വരൻ തന്നെയാണോ? ഇങ്ങനെ ഈ ചോറുരുള കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, വർത്തമാനം വരെ ഒരു വാർത്ത ഇരുന്നിട്ടല്ലേ ഉണ്ണുണ്ട്. ഇതിങ്ങനെ നടന്നും കൊണ്ടുണ്ണ, വർത്തമാനം പറഞ്ഞും കൊണ്ടുണ്ണ, ചോറുള്ള പകുതി കടിച്ചിട്ട് കയ്യിൽ വയ്ക്കുക. അയ്യേ, കുറച്ചൊരു മായ ബാധിച്ചിട്ടുണ്ടോ എന്ന് ബ്രഹ്മാവിന് ആവശ്യമില്ലാത്തൊരു സംശയം. ശരി, നിൻ്റെ സംശയം ഞാൻ തീർത്തേരാം. ഭഗവാനും ഉള്ളിൽ വിചാരിച്ചോ, യോഗമായ ശക്തി കൊണ്ട് ബ്രഹ്മാവ് എന്ത് ചെയ്തു, ഈ പശുക്കളെ അങ്ങോട്ട് മറച്ചു എന്ന് പറയുകയാണ്. ഭഗവാൻ അത് കണ്ടു. ഒരു നിമിഷം കൊണ്ട് ഈ ഗോപന്മാരെ പശുക്കളെയൊക്കെ മറച്ചിരിക്കണു, അതേപോലെ സൃഷ്ടിക്കുകയാണ് എന്നാണ്. ഒറ്റ സെക്കൻഡേ വേണ്ടിയതില്ലോ. യാവത് വത്സപവത്സ കൽപ്പകവപുർ യാവത് കരാംഗ്ര്യാധികം യാവത് യഷ്ടിവിഷാണ വേണുദളശി യാവത് വിഭൂഷാംബരം യാവത് ശീലഗുണാഭിതാകൃതവയോ യാവത് വിഹാരാധികം സർവം വിഷ്ണുമയം ഗിരോംഗതവച സർവസ്വരൂപൗ ബഭൗ. ഒരു മാറ്റവും ഇല്ലാണ്ട് കറുത്തവരൊക്കെ കറുത്തവർ, വെളുത്തവരൊക്കെ വെളുത്തവർ, ഉയരം കുറഞ്ഞവരൊക്കെ കുറഞ്ഞവർ, കൂടിയവരൊക്കെ കൂടിയവർ, ഏത് കാക്കപ്പുള്ളി അടക്കം ശരീരത്തിലത്തെ പശുക്കുട്ടികളുടെ പാണ്ട് അതൊക്കെ അടക്കം മാറ്റമില്ലാതെ ഒരു സെക്കൻഡിൽ സൃഷ്ടിച്ചിട്ട് ഒരു മാറ്റവും കൂടാത്ത കാര്യങ്ങൾ കൊണ്ട് നടത്തുകയാണ്. ഏതായാലും ആ സ്വരൂപത്തെ സ്വീകരിച്ചിട്ട് അങ്ങനെ നിൽക്കട്ടെ. ബാക്കി ഭാഗം മറ്റൊരു ഭാഗത്താവാം. ഭഗവാന്റെ കഥയ്ക്ക് ഒരു ഭാഗം ഒന്നും ഒരു കഥയ്ക്ക് പോരാ. കായേന വാചാ മനസേന്ദ്രിയർവാധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാ കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.